ജയിലിന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ആ ദൃശ്യങ്ങളിലേക്ക്, തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇന്ന് 11 മണിക്കാണ് വിധി പറയുക. വിധി കേൾക്കാനായി കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗ്രീഷ്മയെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗോകുൽനാഥ് വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പാറശാല അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്ന് നേരെ വിധി പ്രസ്താവം കേൾക്കുന്നതിനായി കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും മോദി, അതായത് കേസിൽ വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ ഭാഗത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഭാഗം എതിർത്തിരുന്നു. എങ്ങനെ വധശിക്ഷ നൽകാനാകുമെന്നും ഒക്കെയുള്ള വാദങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഈ കേരളം കാത്തിരുന്ന വിധി ഇന്ന് 11 മണിയോടുകൂടി ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധിക്ക് മുൻപ് നടന്ന വലിയ വാദപ്രതിവാദങ്ങൾ കേരള മനസാക്ഷി ഏറ്റെടുത്തതാണ്. അതായത് ഗ്രീഷ്മ കൊന്നത് സ്നേഹത്തെ തന്നെയാണെന്നുള്ളതായിരുന്നു ഇത്തരത്തിൽ വാദം. അതായത് 11 മണിയോടെയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ശിക്ഷാവിധിക്ക് മുൻപ് ഉള്ള വാദങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. കേരള മനസാക്ഷി തന്നെ ഞെട്ടിച്ച കാര്യങ്ങളാണ് ഇത്തരത്തിൽ നമ്മൾ കേട്ടത്. എന്തായാലും കേസിലെ ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അന്ന് കോടതി ചോദിച്ചപ്പോൾ ഗ്രീഷ്മ പറഞ്ഞത് തനിക്കിനിയും പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഇപ്പോൾ ഗ്രീഷ്മയെ പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. എന്തായാലും ഇവിടെ നിന്ന് ഫോർട്ട് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ നിന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക്, വൈദ്യപരിശോധനയ്ക്ക് ശേഷമാകും ഇപ്പോൾ നെയ്യാറ്റിൻകരയിലേക്ക് കൊണ്ടുപോകുക. 11 മണിയോടുകൂടിയാണ് ഈ കേരളം കാത്തിരുന്ന വിധി ഉണ്ടാവുക. പരമാവധി ശിക്ഷ ലഭിക്കുമോ എന്നുള്ള ചോദ്യങ്ങളാണ് അവിടെ ഉയരുന്നത്. എന്തായാലും അത്തരത്തിൽ പരമാവധി ശിക്ഷ ലഭിക്കരുതെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദമായിട്ടുണ്ടായിരുന്നത്. അതായത് 24 വയസ്സ് മാത്രമേ ഉള്ളൂ, പ്രായം പരിഗണിക്കണം, അതുപോലെ തന്നെ ഷാരോൺ ഇത്തരത്തിൽ ഉപദ്രവിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ, നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളും അന്ന് ഗ്രീഷ്മ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഗ്രീഷ്മ ഇപ്പോൾ ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ നെയ്യാറ്റിൻകരയിലേക്ക് കൊണ്ടുപോവുക. വൈദ്യപരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അല്ലേ ഗോകുൽ? മോത്തി വൈദ്യപരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടുന്ന് 11 മണിയോടുകൂടിയാണ്, 11 മണിക്കാണ് ഈ വിധി പ്രസ്താവം ഉള്ളത്. അതിന് മുൻപ് തന്നെ എന്തായാലും നെയ്യാറ്റിൻകരയിലേക്ക് തന്നെ ഗ്രീഷ്മയെ എത്തിക്കുമെന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ വലിയ വാദപ്രതിവാദങ്ങളും അതേപോലെ തന്നെ കേരള മനസാക്ഷി ഞെട്ടിയ വാദങ്ങളുമാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച കോടതിയിൽ നിന്നും കേട്ടത്. ഗ്രീഷ്മയ്ക്ക് പറയാനുണ്ടായിരുന്നത് ഗ്രീഷ്മയ്ക്ക് 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. മുൻപ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്ററി ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യ തെളിവുകൾ മാത്രമാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ തെളിവുകൾ മാത്രമാണ്, സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ശിക്ഷ, പരമാവധി ശിക്ഷ എന്നുള്ളത് ഇളവ് വേണമെന്നുള്ളതാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് ഈ കേരളം കാത്തിരുന്ന